നമസ്കാരം, എൻ്റെ പേര് അമ്പിളി. എല്ലാവർക്കും എൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10ാം തരം തുല്യത മലയാളം പാഠാവലിയിലെ യൂണിറ്റ് മധ്യേ ഇങ്ങനെ മാധ്യമകാലത്ത്, അതിലെ പാഠം 2 വെബ്സൈറ്റ്. ഈ പാഠം എഴുതിയിരിക്കുന്നത് ചന്ദ്രമതി ആണ്. ഇതൊരു കഥയാണ്. നർമ്മരസം തികഞ്ഞതും എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ആശയം ഉൾക്കൊള്ളുന്നതുമായ ഒരു ചെറിയ കഥ. പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ചില കാര്യങ്ങളൊന്ന് നോക്കാം. കുറേ വർഷങ്ങൾക്ക് മുൻപ് വരെ നമ്മൾ ആശയവിനിമയം ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഒരു സന്ദേശം അയക്കുന്നതിന് പ്രധാനമായും അവലംബിച്ചിരുന്നത് കത്തുകളാണ്. നാം കത്തുകളിലൂടെ എഴുതുന്നു. ആ കത്ത് മേൽവിലാസക്കാരന് ലഭ്യമാകുന്നു. നമ്മുടെ വിവരങ്ങൾ അവരെ അറിയിക്കുന്നു, അവരുടെ വിവരങ്ങൾ നമ്മളെ അറിയിക്കുന്നു. ഈ കത്തുകൾ ഇന്ത്യൻ പോസ്റ്റ് സർവീസ് മുഖാന്തരം തപാലിൽ നമ്മൾ അയക്കുകയാണ് ചെയ്യുക. ഇത് മേൽവിലാസക്കാരന് ലഭ്യമാകണമെങ്കിൽ അടുത്തുള്ള ആളാണെങ്കിൽ പോലും 2-3 ദിവസമാകും. ദൂരെയുള്ളവർക്കാണെങ്കിൽ ദിവസങ്ങളേറും. ചുരുക്കത്തിൽ കത്തു മുഖാന്തരം നമ്മൾ വിവരം അറിയിക്കുമ്പോൾ അതിന് കാലതാമസം നേരിടും. ഇന്ന് കാലമാകെ മാറിയിരിക്കുന്നു. ടെക്നോളജി വളർന്നിരിക്കുന്നു. ഇന്ന് ആരും തന്നെ കത്തുകൾ എഴുതാൻ ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ കത്തുകളിലൂടെ സന്ദേശം അയക്കുന്നില്ല. അതിന് പുതിയ പുതിയ മാർഗങ്ങൾ ഇന്ന് ലഭ്യമായിട്ടുണ്ട്. നിമിഷ നേരം കൊണ്ട് വിവരങ്ങൾ അറിയിക്കാൻ പറ്റുന്ന സാങ്കേതിക വിദ്യ ഇന്ന് എല്ലായിടത്തുമുണ്ട്. ഇന്റർനെറ്റ് ഇല്ലാത്ത ഒരു ജീവിതം നമുക്ക് ആലോചിക്കാനേ സാധിക്കില്ല. അത്രമാത്രം നമ്മുടെ ജീവിതവുമായിട്ട് അത് ബന്ധപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് ഇന്റർനെറ്റിന്റെ ഉപയോഗം അസാമാന്യമാം വിധം വളർന്നിരിക്കുന്നു. അത് വളരെ വേഗത്തിൽ കിട്ടുന്നതിന് ഇന്ന് വീടുകളിൽ വൈഫൈ സംവിധാനം ഏർപ്പെടുത്തുന്നു. ഇന്റർനെറ്റിന്റെ ഒരു ഉപകാരമാണ് അതിലൂടെ നമുക്ക് ഇമെയിൽ ചെയ്യാൻ സാധിക്കുക എന്നത്. എല്ലാവർക്കും ഉണ്ടാകും ഇമെയിൽ ID. ഒന്നല്ല, ഒന്നിലധികം. നിങ്ങൾക്കൊക്കെ ഇല്ലേ? നമുക്ക് ഇമെയിലിലൂടെ നമ്മുടെ വിവരങ്ങൾ അയക്കേണ്ട ആളെ അറിയിക്കാം. അത് സെൻഡ് ചെയ്യുന്ന നിമിഷം തന്നെ ആ വ്യക്തിക്കത് ലഭ്യമാകുന്നു. എത്ര എളുപ്പം, എത്ര സമയം ഒട്ടും തന്നെ വേണ്ടാത്തൊരവസ്ഥ. അപ്പോൾ ഇവിടെ ഈ പാഠത്തിൽ ഈ 2 സംവിധാനങ്ങളെയും, അതായത് കത്ത് എഴുതുന്ന സംവിധാനവും അതുപോലെ ഇമെയിൽ അങ്ങനെയുള്ള സംവിധാനവും തമ്മിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഈ കഥയിലെ കഥാപാത്രങ്ങളിലൂടെ നമ്മൾ അതിൻ്റെ വിവരങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ആ കഥയാണ് ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. വെബ്സൈറ്റ് എന്നാണ് പാഠത്തിൻ്റെ പേര്. എല്ലാവർക്കും ഉണ്ടാകാം വെബ്സൈറ്റ്. എന്താണ് വെബ്സൈറ്റ്? ഇന്റർനെറ്റിൽ ലഭ്യമാകുന്ന ഒന്നാണ് വെബ്സൈറ്റ്. ആ വെബ്സൈറ്റിലൂടെ നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ, www.com എന്ന ഒരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ വിവരങ്ങളെല്ലാം, എല്ലാ വിവരങ്ങളും നമുക്കതിൽ ചേർക്കാൻ സാധിക്കും. നമ്മുടെ ചിത്രങ്ങളും നമ്മുടെ ജീവിതവും നമ്മുടെ ജീവിതത്തെ സംബന്ധിക്കുന്ന ഏതൊരു കാര്യവും ആ വെബ്സൈറ്റിൽ നമുക്ക് അപ്ലോഡ് ചെയ്താൽ മറ്റൊരാൾക്കാർ വെബ്സൈറ്റിൽ കയറി നമ്മളെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. വ്യക്തികളെ മാത്രമല്ല, ഇന്ന് ഏതൊരു കാര്യവും വെബ്സൈറ്റിൽ കയറിയാൽ, സ്ഥാപനങ്ങളായാലും സ്ഥലങ്ങളായാലും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും, മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാവരും അതിലൊക്കെ കയറി നോക്കിയിട്ടാണ്. ഇപ്പോൾ ഒരു ട്രിപ്പ് പോകുന്നുണ്ടെങ്കിൽ പോകുന്ന സ്ഥലം എങ്ങനെയുള്ളതാണ്, അവിടെ എന്തെല്ലാം താമസ സൗകര്യങ്ങളുണ്ട്, എന്തെല്ലാം ലഭിക്കും, ഇതൊക്കെ നമുക്ക് വെബ്സൈറ്റിലൂടെ അറിയാം. അത് അറിഞ്ഞിട്ടാണ് എല്ലാവരും ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ഈ കഥയില് 2 കഥാപാത്രങ്ങളാണ് ഉള്ളത്.
28 വയസ്സുള്ള സ്മിത എന്ന ചെറുപ്പക്കാരിയും 39 വയസ്സുള്ള വിനോദ് കൃഷ്ണ എന്ന ചെറുപ്പക്കാരനും. അവരുടെ ജീവിതത്തിൽ നടന്ന ചില സംഭവങ്ങളാണ് നമ്മൾ ഈ പാഠഭാഗത്ത് പഠിക്കാൻ പോകുന്നത്. ഒരു പരസ്യത്തിലായിരുന്നു തുടക്കം, എന്നാൽ ഒരു നടുക്കത്തിലായിരുന്നു ഒടുക്കം. അതാണ് ഈ കഥ. അപ്പൊ കഥയെക്കുറിച്ച് ഒരൊറ്റ വാചകത്തിൽ കഥാകൃത്ത് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് നോക്കൂ. ഒരു പരസ്യത്തിൽ തുടങ്ങുന്നു, പക്ഷേ ഒരു നടുക്കത്തിൽ അവസാനിക്കുന്നു. നമുക്ക് പരസ്യം എന്താണെന്ന് നോക്കാം. സുന്ദരനും അവിവാഹിതനും എഞ്ചിനീയറിംഗ് ബിരുദാനന്തര ബിരുദധാരിയും ഏകാഗിയുമായ യുവാവ്, 39 വയസ്സ്. ഹോബികൾ സംഗീതം, വായന, ഇന്റർനെറ്റ്. സമാന അഭിരുചികളുള്ള യുവതികളിൽ നിന്ന് ശുദ്ധ സൗഹൃദം കാംക്ഷിക്കുന്നു. ഇതാണ് പരസ്യം. ശുദ്ധ സൗഹൃദം എന്ന് വെച്ചാൽ എന്താണ്? അതായത് കളങ്കമില്ലാത്ത സത്യസന്ധമായ സൗഹൃദം, സുഹൃത് ബന്ധം, അതാണ് ആഗ്രഹിക്കുന്ന ഒരു യുവാവിന്റെ പരസ്യമാണ്. നല്ലൊരു പരസ്യം അല്ലേ? അയാളുടെ ഈ പരസ്യം ഒരുപാട് ആളുകൾ കണ്ടിരിക്കണം. ആ കൂട്ടത്തിൽ നമ്മുടെ നായിക സ്മിത ഈ പരസ്യം കണ്ടു. ഈ പരസ്യം സ്മിതയെ ഉള്ളിന്റെ ഉള്ളിൽ ഒന്ന് തൊട്ടു. അവൾക്ക് ആ പരസ്യം അവളുടെ ഹൃദയത്തിൽ തൊട്ടു. സ്മിത എങ്ങനെയുള്ള ആളാണ്? സുന്ദരിയാണ്, അവിവാഹിത, മലയാള സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദധാരി, ഏകാകിനി. ഇപ്പൊ എല്ലാം കൊണ്ടും ഈ പരസ്യത്തിലെ യുവാവിന് യോജിച്ച പെൺകുട്ടി തന്നെയാണ് അല്ലെ? വിദ്യാഭ്യാസമുണ്ട്, സുന്ദരിയാണ്, പിന്നെ അതുപോലെ ഏകാകിനി, ഒറ്റയ്ക്കാണ്. അവളുടെ ഹോബികളും മുകളിൽ പറഞ്ഞ സംഗീതം, വായന, ഇന്റർനെറ്റ്, ഇതൊക്കെ തന്നെയാണ്. പിന്നെ ശുദ്ധ സൗഹൃദം കിട്ടാത്തതിന്റെ വിഷമം അനുഭവിക്കുകയായിരുന്നു അവളും. അവൾക്ക് ഒരുപാട് സൗഹൃദങ്ങളൊന്നുമില്ല. അവളും ആഗ്രഹിക്കുന്നത് ഒരു നല്ല സൗഹൃദം, ശുദ്ധ സൗഹൃദമാണ്. അപ്പോഴാണ് ഇതാ ഈ പരസ്യം കാണുന്നത്. പിന്നെ അവൾ മറുപടി എഴുതാതിരിക്കുമോ? തീർച്ചയായിട്ടും അവൾ മറുപടി എഴുതുകയാണ് ആ യുവാവിന്. അവൾ എഴുതുന്നു, പ്രിയ സുഹൃത്തെ, അജ്ഞാതനായ പ്രിയ സുഹൃത്തെ. അവൾ ഇതുവരെ അയാളെ കണ്ടിട്ടില്ല. ദാ ഞാൻ അജ്ഞാതൻ, അറിയപ്പെടാത്തവൻ ആയ പ്രിയ സുഹൃത്തെ, താങ്കളുടെ പരസ്യം കണ്ടു. അതിലെ 2 വാക്കുകൾ വളരെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഈ കത്തെഴുതുന്നു. 2 വാക്കുകൾ, നമ്മൾ കുറച്ച് കാര്യങ്ങൾ കണ്ടല്ലോ. ആ പരസ്യത്തിലെ 2 വാക്കുകൾ, ആ വാക്കുകൾ എന്താണെന്ന് ഞാൻ പിന്നീട് എഴുതാം. അത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും സ്മിതയ്ക്ക് ഇഷ്ടപ്പെട്ട ആ 2 വാക്കുകൾ എന്താണെന്ന്. സ്മിത പരിചയപ്പെടുത്തുകയാണ്. എൻ്റെ പേര് സ്മിത. ശരിക്കുമുള്ള പേര് സുസ്മിത. അതേ പേരുകാരിക്ക് വിശ്വസുന്ദരി പട്ടം കിട്ടിയപ്പോൾ ഞാൻ ആദ്യ അക്ഷരം ഉപേക്ഷിച്ചു. വെറുതെ ഉപേക്ഷിച്ചതല്ല, ഗസറ്റിൽ പരസ്യം ചെയ്ത് മാറ്റി. അതെന്തിനാണെന്ന് നമ്മുടെ ശുദ്ധ സൗഹൃദം വളരുമ്പോൾ താങ്കൾക്ക് മനസ്സിലായിക്കൊള്ളും. അപ്പൊ സ്മിത പരിചയപ്പെടുത്തുകയാണ്. അവളുടെ ശരിക്കുള്ള പേര് സുസ്മിത എന്നാണ്. ആ പേരിന്റെ ആദ്യത്തെ അക്ഷരം സു അവൾ കളയാനുള്ള കാരണം എന്താണ്? വിശ്വസുന്ദരി പട്ടം സുസ്മിത സെന്നിന് ലഭിച്ചപ്പോൾ അവൾ ആ സു കളഞ്ഞിട്ട് വെറും സ്മിതയായി. അത് വെറുതെ അല്ല, ഗസറ്റിലൊക്കെ പേര് കൊടുത്ത് പബ്ലിഷ് ചെയ്ത് അങ്ങനെ അവൾ പേര് മാറ്റി. എനിക്ക് 28 വയസ്സുണ്ട്. മലയാളം MA ആണ്. അധ്യാപികയാകാൻ താല്പര്യമില്ലായിരുന്നു. വിദ്യാർത്ഥികൾക്ക് പകർന്നു കൊടുക്കാൻ കയ്യിൽ എന്തെങ്കിലും വേണ്ടേ? കാലികമാകാൻ കമ്പ്യൂട്ടറിന്റെ ബേസിക് കോഴ്സ് പഠിച്ചെടുത്തു. കാലികം എന്ന് വെച്ചാൽ കാലത്തിന് അനുസരിച്ചത്. ഇപ്പോ കമ്പ്യൂട്ടർ യുഗമാണല്ലോ, കമ്പ്യൂട്ടറാണ് എല്ലാവരും പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ കാലത്തിന് യോജിച്ച ഒരാളാകാൻ വേണ്ടി ഞാൻ കമ്പ്യൂട്ടറിന്റെ അടിസ്ഥാന പാഠമൊക്കെ പഠിച്ചു. നേരത്തെ എഴുതിയ പല ടെസ്റ്റുകളിൽ ഒന്നിന്റെ ഫലമായി യൂണിവേഴ്സിറ്റി ഓഫീസിൽ 2nd ഗ്രേഡ് അസിസ്റ്റന്റായി ജോലിയും കിട്ടി. ഈ നഗരത്തിലൊരു പേയിങ് ഗസ്റ്റായി താമസിക്കുന്നു. ഒരു വീട്ടില് പണം കൊടുത്ത് താമസിക്കുകയാണ്. അവിടെ താമസിക്കാൻ ഭക്ഷണമടക്കം കിട്ടും. അതിനാണ് പേയിങ് ഗസ്റ്റ് എന്ന് പറയുന്നത്. ഇന്റർനെറ്റും ഇമെയിലും പഠിച്ചത് ഇവിടെ നിന്നാണ്, ആ വീട്ടിൽ നിന്നാണ്. ഈ വീടിന്റെ ഔട്ട് ഹൗസ് പെൺകുട്ടികൾക്കായി പെൺകുട്ടികൾ പഠിപ്പിക്കുന്ന ഒരു കമ്പ്യൂട്ടർ പഠനശാഖയാണ്.
കൂടുതൽ പഠിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് പിന്നെ ഞാൻ അങ്ങോട്ട് പോയതേയില്ല. അപ്പോൾ ആ കമ്പ്യൂട്ടർ ക്ലാസ്സിൽ നിന്നും അവൾക്ക് ആവശ്യമുള്ളതും മാത്രം, എന്തൊക്കെയാണ് ആവശ്യമുള്ളത്? ഇന്റർനെറ്റ്, ഇമെയിൽ, ഇത് രണ്ടുമാണ് പഠിച്ചത്. ഇനിയും താൻ താമസിക്കുന്ന വീടിനെ കുറിച്ച് പറയുകയാണ്. ആ വീട്ടിലാകെ പെണ്ണുങ്ങൾ മാത്രമാണ് ഉള്ളത്. കൂടാതെ അവൾ വീണ്ടും പറയുന്നു, മുകളിലത്തെ നിലയിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടിവിയും 4 അഭിരുചികളുള്ള 4 കാണികളുമുണ്ട്. അഭിരുചി, താല്പര്യം. ഇവർ താമസിക്കുന്ന വീടിന്റെ മുകളിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടിവി ഉണ്ട്. അത് കാണാൻ ഇവർ 4 പേരും ചെല്ലും. പക്ഷെ 4 പേർക്കും 4 തരം താല്പര്യമാണുള്ളത്. ഒരാൾക്ക് ചിലപ്പോൾ സിനിമയാകും, ചിലർക്ക് സീരിയലാകും, ഒരാൾക്കാണെങ്കിൽ വാർത്തയാകും. അപ്പോൾ അവർക്ക് എല്ലാവർക്കും അവർക്ക് ഇഷ്ടപ്പെടുന്ന ചാനൽ കാണണം. അതിനു വേണ്ടിയിട്ട് മിക്കവാറും കടിപിടി, നല്ല ശബ്ദമുണ്ടാകും. അങ്ങനെ ശബ്ദം കൂടുമ്പോൾ താഴത്തെ ഈ വീടിന്റെ ഉടമസ്ഥയുണ്ടല്ലോ, അവരുടെ ഭർത്താവ് ദുബായിലാണ്. അതുകൊണ്ട് അവരെ ദുബായ് സുൽത്താന എന്നാണ് സ്മിത പറയുന്നത്. ആ ദുബായ് സുൽത്താന വാണിംഗ് അയക്കും, ശബ്ദമുണ്ടാക്കരുത് എന്ന് പറഞ്ഞ്. അങ്ങനെ എല്ലാം സഹിച്ച് സ്മിത അവിടെ താമസിക്കുകയാണ്. ഇനി ഞാൻ താങ്കളുടെ പരസ്യത്തിലേക്ക് വരാം. അപ്പൊ സ്മിതയെ കുറിച്ചുള്ള ഏകദേശ ധാരണ നമുക്ക് മനസ്സിലായല്ലോ. നല്ല പെൺകുട്ടിയാണ് അല്ലെ, സുന്ദരിയാണ്, വിദ്യാഭ്യാസമുണ്ട്, അത്യാവശ്യം ഒരു നല്ല ജോലിയുണ്ട്, എല്ലാം ഉണ്ട്. ഇനി പരസ്യത്തിലേക്ക് നമുക്ക് വരാമെന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പഠിച്ചല്ലോ, ആ പരസ്യത്തിലെ 2 വാക്കുകളാണ് അവൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന്. അത് ഏതൊക്കെയാണെന്ന് നോക്കൂ. മറ്റൊന്നുമല്ല, ഏകാഗി, ശുദ്ധ സൗഹൃദം. ഏകാഗി എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക്, വേറെ ആരുമില്ല, ഒറ്റയ്ക്കുള്ള അവസ്ഥ. ശുദ്ധ സൗഹൃദം നമ്മൾ പറഞ്ഞു, സത്യസന്ധമായ കൂട്ടുകെട്ട്. ഈ 2 വാക്കുകൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൽ ആദ്യത്തേത് നമുക്ക് 2 പേർക്കും പൊതുവായിട്ടുള്ളതാണ്. നമ്മൾ 2 പേരും ഏകാഗികളാണ്. രണ്ടാമത്തേതാകട്ടെ എന്നും എൻ്റെ സ്വപ്നമായിരുന്നു, ഞാൻ ആഗ്രഹിച്ചതായിരുന്നു, നല്ലൊരു സൗഹൃദം. അപ്പൊ സ്മിതയ്ക്ക് ഇഷ്ടപ്പെട്ട ആ 2 വാക്കുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലായില്ലേ? ഏകാഗി, അത് 2 പേർക്കും, കത്തെഴുതിയ ആൾക്കും സ്മിതയ്ക്കും ചേരുന്ന വാക്ക്. അതുപോലെ സ്മിതയുടെ സ്വപ്നം എന്ന് പറയുന്ന ശുദ്ധ സൗഹൃദവും. അങ്ങനെ അവൾ ഒരു കത്തെഴുതി നമ്മുടെ പരസ്യം നൽകിയ യുവാവിനെ അയക്കുകയാണ്. ആ കത്ത് അങ്ങനെ തപാലിലാണ് പോകുന്നത്. ഇല്ലന്റിലായിരിക്കാം, അല്ലെങ്കിൽ കടലാസിലായിരിക്കാം. കത്തെഴുതിയാൽ അന്ന് തന്നെ ആ കത്ത് കിട്ടുമോ? ഇല്ല, കുറെ ദിവസങ്ങൾ എടുക്കും അല്ലെ. അങ്ങനെ കത്ത് പോസ്റ്റ് ചെയ്തു. കുറച്ച് ദിവസം കഴിഞ്ഞു. തിങ്കളാഴ്ച പോസ്റ്റ് ചെയ്തതിന് വെള്ളിയാഴ്ച മറുപടി വന്നു. ആ മറുപടിയിലെ കയ്യക്ഷരത്തെ കുറിച്ച് സ്മിത പറയുന്നത് നോക്കൂ. സുന്ദരൻ എന്ന് സ്വയം വിളിച്ച പരസ്യ യുവാവിന് ചേരാത്ത വികൃതമായ കയ്യക്ഷരം എന്നാണ് പറയുന്നത്. അയാൾ സുന്ദരനാണെന്ന് പറഞ്ഞല്ലോ പരസ്യത്തില്, പക്ഷെ ആ സുന്ദരന് ചേരാത്ത വികൃതമായ കയ്യക്ഷരത്തോടു കൂടിയ കത്ത്. കത്താകുമ്പോൾ പേന കൊണ്ട് എഴുതിയാണല്ലോ ചെയ്യാൻ പറ്റുക. കത്തൊന്ന് നോക്കാം നമുക്ക് ആ യുവാവിന്റെ. മലയാളം എനിക്ക് അത്ര വഴങ്ങുകയില്ല. SSLCക്ക് കഷ്ടിച്ച് ചാടി കടന്നതാണ്. കയ്യക്ഷരവും വഴങ്ങില്ല. കീബോർഡിൽ അടിച്ച് ശീലിച്ചു പോയി. ഇന്റർനെറ്റ് ഹരമാണെങ്കിൽ സ്മിതയും എന്നെ പോലെ കൂടുതൽ സമയവും കമ്പ്യൂട്ടറിന് മുന്നിലാവുമല്ലോ. എനിക്ക് ലോകം മുഴുവൻ ഫ്രണ്ട്സ് ഉണ്ട്. ആര് ആരെന്നും ആര് എവിടെയെന്നും സത്യത്തിൽ എനിക്കറിയില്ല. അത് നെറ്റ് ഫ്രണ്ട്ഷിപ്പിന്റെ ഗുണം. അതിൻ്റെ അടിയിലൊന്ന് വരയ്ക്കൂ. എനിക്ക് ലോകം മുഴുവൻ ഫ്രണ്ട്സ് ഉണ്ട്. ഇവിടെ നമ്മുടെ യുവാവ് ഇപ്പോൾ വായിച്ചതിൽ നിന്നും ഏത് തരക്കാരനാണ് എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. അയാൾ കമ്പ്യൂട്ടറിലാണ് അയാളുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അയാൾക്ക് ഇന്റർനെറ്റ് ഹരമാണ്. അയാൾ പറയുന്നുണ്ട്, എനിക്ക് ഈ ലോകം മുഴുവൻ ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷേ അതാരാണ്, എവിടെയാണ്, ഇതൊന്നും എനിക്ക് അറിയില്ല. ഇതാണ് നെറ്റ് ഫ്രണ്ട്ഷിപ്പിന്റെ ഗുണം. നെറ്റ് ഫ്രണ്ട്ഷിപ്പ് ഒരുപാട് പേർക്കുള്ളതാണത്. നമ്മൾ ഇന്റർനെറ്റിൽ കയറി പുതിയ പുതിയ സൗഹൃദങ്ങൾ സ്ഥാപിക്കുന്നു. ഫേസ്ബുക്ക്, വാട്സാപ്പ്, ഇതൊക്കെ ഇത്തരത്തിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ്. ഇപ്പൊ എല്ലാവർക്കും ഇപ്പോൾ ഫേസ്ബുക്കിലായാലും വാട്സാപ്പിലായാലും ഒക്കെ നമ്മൾ കാണാത്ത, നമുക്കറിയാത്ത
ഒരുപാട് ആളുകളോട് നമ്മൾ സൗഹൃദം കൂടാറുണ്ട്. പക്ഷേ ഈ സൗഹൃദങ്ങൾ എല്ലാം ഗുണകരമാകണമെന്നില്ല. പല ദോഷവശങ്ങളും ഇത്തരം നെറ്റ് സൗഹൃദത്തിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്നുണ്ട്. ഒരുപാട് പേർ അതിന് ഇരയാകുന്നും ഉണ്ട്. പത്രമാധ്യമങ്ങളിൽ നമ്മൾ കാണാറുള്ള കേൾക്കാറുള്ള കാര്യങ്ങളാണ് അതെല്ലാം. നമുക്കിനി നമ്മുടെ പാഠത്തിലേക്ക് വരാം. നമുക്ക് ആ കത്തിലേക്ക് വരാം. അയാൾ പറയുന്ന ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കൂ. അയാൾ സ്വയം പരിചയപ്പെടുത്തുകയാണ്. എൻ്റെ പേര് വിനോദ് കൃഷ്ണ. കാൺപൂർ IITയിൽ നിന്നും എംടെക് എടുത്തു. അമേരിക്കയിൽ കുറെ ജോലി ചെയ്ത് പണം ഉണ്ടാക്കി. ഇപ്പോൾ 39-ാം വയസ്സിൽ വിശ്രമ ജീവിതം. എന്തിന് ആവശ്യത്തിലേറെ പണം? ഒറ്റ ജീവിതമല്ലേയുള്ളൂ, അത് ആസ്വദിച്ച് തീർക്കണം. എങ്ങനെയുണ്ട് നമ്മുടെ പരസ്യക്കാരൻ്റെ ജീവിത രീതി, അയാളുടെ സ്വഭാവം? എന്തായാലും അയാൾ മിടുക്കനാണ്. കാരണം അയാൾ കാൺപൂർ IITയിൽ നിന്നുമാണ് എംടെക് എടുത്തിരിക്കുന്നത്. അമേരിക്കയിൽ കുറെ കാലം ജോലി ചെയ്തു, ഒരുപാട് പണം ഉണ്ടാക്കി. ഇപ്പൊ 39 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും ജോലിയൊക്കെ നിർത്തി വിശ്രമ ജീവിതമാണ്. ആവശ്യത്തിന് പണവുമുണ്ട്. ഇനി എന്തിനാണ്? നമുക്ക് ഒറ്റ ജീവിതമല്ലേ ഉള്ളൂ, എല്ലാം സമ്പാദിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനിയുള്ള ജീവിതം ആസ്വദിച്ച് തീർക്കണമെന്നാണ് ഇയാളുടെ അഭിപ്രായം. അയാളുടെ പേരെന്താണ്? നല്ലൊരു പേരാണ്, വിനോദ് കൃഷ്ണ. ഇപ്പോൾ ഞാൻ ജോഷിയും മാർട്ടിനും ഒക്കെ കേൾക്കുന്നു, സംഗീതജ്ഞരുടെ പാട്ടുകളും ഒക്കെ കേൾക്കുന്നു. പിന്നെ സാങ്കേതിക പുസ്തകങ്ങൾ, ടെക്നോളജി പരമായ പുസ്തകങ്ങളും പൾപ്പ് ഫിക്ഷനും ഒക്കെ വായിക്കുന്നു. നെറ്റിൽ സർഫ് ചെയ്ത് തളരുന്നു. ചുരുക്കത്തിൽ നമ്മുടെ വിനോദ് കൃഷ്ണ അയാളുടെ ജീവിതം മുഴുവനും ഈ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഇന്റർനെറ്റ് അതിലൊക്കെയാണ്. അതിലുള്ള വിവിധ കാര്യങ്ങൾ ചെയ്ത് അയാളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. എന്നിട്ട് വീണ്ടും അയാൾ പറയുകയാണ്, അയാൾ സ്മിതയിലേക്ക് വരികയാണ്. സ്മിതയെക്കുറിച്ച് അയാൾ പറയുന്നതൊന്ന് കേട്ടു നോക്കൂ. സ്മിതയുടെ ജീവിതം പോലൊരു ജീവിതം എനിക്ക് പറ്റില്ല. ഒരു ഓഫീസിൽ ക്ലർക്കിന്റെ പണി, പേയിങ് ഗസ്റ്റ് ആയിട്ട് താമസം, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടിവിക്ക് വേണ്ടി 3 ആളോട് കടിപിടി, ഭയങ്കരം. ഇന്ത്യ ഇപ്പോഴും ദരിദ്ര നാരായണിമാരുടെ നാടു തന്നെയാണല്ലോ. അതിൻ്റെ അടിയിലൊന്ന് വരയ്ക്കൂ. അയാൾ പറയുകയാണ്, ഇന്ത്യ ഇപ്പോഴും ദരിദ്ര നാരായണിമാർ, അതായത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടിവിക്ക് മുന്നിൽ ഇഷ്ടമുള്ള ചാനൽ, ഇഷ്ടമുള്ളത് കാണാൻ വേണ്ടി കടിപിടി കൂടുകയാണ് ആ പേയിങ് ഗസ്റ്റ് ആയിട്ട് താമസിക്കുന്ന 4 പേർ. ഈ വിവരം കേൾക്കുമ്പോഴാണ് അദ്ദേഹം പറയുന്നത്, ഇന്ത്യ ഇപ്പോഴും ദരിദ്ര നാരായണിമാരുടെ നാടാണല്ലോ. അതായത് ഓരോരുത്തർക്കും സ്വന്തമായിട്ട് ഒരു TV ഇല്ലാത്ത അവസ്ഥ, ദരിദ്ര അവസ്ഥ. എങ്കിലും സ്മിതയുടെ സ്വയം വർണ്ണന കൊള്ളാം. സാധാരണയായി ഇന്ത്യൻ പെൺകുട്ടികൾ ആദ്യ കത്തിൽ തന്നെ ഇങ്ങനെ സ്വയം വർണ്ണിക്കാറില്ല. ചോദിക്കാനായി കാത്തു നിൽക്കും. പൊക്കം, തൂക്കം, മുടി എന്നൊക്കെ വിളിച്ചു പറയില്ല. നല്ല ഈഗോയുള്ള പെണ്ണാണ് സ്മിത, അല്ലേ? കത്തിൽ മുഴുവൻ അഹങ്കാരം നിറഞ്ഞു നിൽക്കുന്നു. എന്തായാലും സ്മിതയുടെ കത്തിന്റെ മറുപടി നോക്കൂ. ഈ മറുപടി സ്മിതയ്ക്ക് ഇഷ്ടമാകുമോ? സ്മിതയ്ക്ക് എന്നല്ല, ആർക്കും ഇഷ്ടമാകുകയില്ല. സ്മിതയെക്കുറിച്ച് പറയുന്നു, ഈഗോയുള്ള പെണ്ണാണ്, പിന്നെ അതുപോലെ അഹങ്കാരം നിറഞ്ഞു നിൽക്കുകയാണ് എന്നൊക്കെ. അതിന് കാരണമായി പറയുന്നത് സുസ്മിത സെന്നിന് വിശ്വസുന്ദരി പട്ടം കിട്ടിയെന്നറിഞ്ഞപ്പോൾ സ്വന്തം പേരിന്റെ ആദ്യാക്ഷരം ഗസറ്റിൽ കൊടുത്ത് മാറ്റിയല്ലോ. അതൊക്കെ വെച്ചിട്ടായിരിക്കാം വിനോദ് കൃഷ്ണ ഇങ്ങനെ പറയുന്നത്. സ്മിതയുടെ രീതിയിൽ തന്നെ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പൊക്കം 6 അടിയായിരുന്നു. ഈയിടെ അളക്കാറില്ല. തൂക്കം 70 കിലോ. ചുരുണ്ട മുടി, ഫ്രഞ്ച് താടി, ഗോതമ്പിന്റെ നിറം. മതിയോ? അപ്പോൾ വിനോദ് കൃഷ്ണ അയാളെ കുറിച്ചുള്ള ശാരീരിക ഘടന മുഴുവൻ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നു. അവിടെ ഒന്ന് ശ്രദ്ധിക്കൂ. ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന്? എൻ്റെ പൊക്കം 6 അടിയായിരുന്നു. ആയിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ആണോ? അത് നമുക്കറിയില്ല. എന്തായാലും 6 അടി പൊക്കമുള്ള ആളായിരുന്നു വിനോദ് കൃഷ്ണ. ഞാനിപ്പോൾ പൊക്കം അളക്കാറില്ല എന്നും പറയുന്നു. അങ്ങനെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, വിനോദ് കൃഷ്ണ നല്ല
സുന്ദരനാണ്, വിദ്യാഭ്യാസ യോഗ്യത അധികമുള്ള ആളാണ്, ധാരാളം പണമുള്ള ആളാണ്, അതുപോലെ അയാൾക്ക് എല്ലാ തരത്തിലുള്ള ഗുണങ്ങളും ശാരീരിക ഗുണങ്ങളും ഉണ്ട് എന്നും വ്യക്തമാകുന്നു. ഇനി അയാൾ പറയുകയാണ്, ഞാനിപ്പോൾ തൽക്കാലം നിർത്തട്ടെ, എനിക്ക് സമയമില്ല. എന്താണ് തിരക്കിന് കാരണം? യാഹുവിന്റെ ചാറ്റ് റൂമിൽ എനിക്കൊരു അപ്പോയിന്റ്മെന്റ് ഉണ്ട്. നമ്മൾ ആദ്യമേ പഠിച്ചല്ലോ, ഏത് സമയത്തും ഇയാൾ കമ്പ്യൂട്ടറിലാണ്, ഇന്റർനെറ്റിലാണ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ്, ലോകം മുഴുവൻ ഫ്രണ്ട്സ് ഉണ്ട് എന്നൊക്കെ പഠിച്ചല്ലോ. അപ്പൊ ഇവിടെ എനിക്ക് യാഹുവിന്റെ ചാറ്റ് റൂമിൽ ഒരാളുമായിട്ട് സംസാരിക്കണം, ചാറ്റ് ചെയ്യണം, അങ്ങനെ ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ട്. ഞാൻ അതുകൊണ്ട് പോകട്ടെ, ഇപ്പോൾ നിർത്തുന്നു. എന്നിട്ട് പറയുന്നു, എനിക്ക് അനേകം ഇമെയിൽ വിലാസങ്ങൾ ഉണ്ട്. ഒരെണ്ണം അല്ല ഇമെയിൽ ഐ ഡി ഉള്ളത്, അനേകമുണ്ട്. അതിൽ ഒരെണ്ണം ഞാനിപ്പോൾ താഴെ കൊടുക്കുന്നു. അത് ഉപയോഗിച്ചാൽ സമയം നഷ്ടപ്പെടാതിരിക്കും. കത്തിലൂടെ മറുപടി അയച്ചാൽ കൂടുതൽ സമയമെടുക്കുമല്ലോ. അപ്പോൾ അത് വേണ്ട, ഞാനൊരു ഇമെയിൽ ഐ ഡി തരാം. ആ ഇമെയിൽ ഐ ഡിയിലൂടെ കത്ത് മെയിൽ ചെയ്യൂ, അപ്പോൾ സമയം ലാഭിക്കാം. അങ്ങനെ ആ കത്ത് സ്മിതയ്ക്ക് ലഭിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, സ്മിത ഈ കത്ത് വായിച്ചു കഴിഞ്ഞു. എന്തായിരിക്കും സ്മിതയുടെ മുഖത്തെ ഭാവം? സന്തോഷമാണോ? ഒരിക്കലുമല്ല. പിന്നെ എന്ത് ഭാവമായിരിക്കും? ദേഷ്യമായിരിക്കും അല്ലെ? പല്ല് കടിച്ച് അവനെ ഇപ്പൊ കൈ കിട്ടിയാൽ ഞാൻ ഞെക്കിക്കൊല്ലും, അതുപോലെയുള്ള ഒരു ദേഷ്യഭാവമായിരിക്കാം സ്മിതയുടെ മുഖത്ത് അപ്പോൾ ഉണ്ടാകുക. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. കത്ത് വായിച്ച് താഴോട്ട് പോകുന്തോറും സ്മിതയുടെ കണ്ണുകൾ രൂക്ഷങ്ങളായി വന്നു. കാരണമുണ്ട്. അവളുടെ വീട്ടിലെല്ലാവരും അവളെ വിളിക്കുന്നത് അഹങ്കാരി എന്നാണ്. അഹങ്കാരി. ഇപ്പോഴിതാ കുടുംബത്തിന് പുറത്ത് ഒരു അറിയാത്ത ആള്, ഒരു അപരിചിതൻ കൂടി പറയുന്നു സ്മിത ഒരു അഹങ്കാരിയാണെന്ന്. അവൾ അത് കേട്ട് അത് കുടുംബത്തിന് പുറത്തെ ഒരു അപരിചിതൻ അപ്രതീക്ഷിതമായി അത് തനിക്കെതിരെ വലിച്ചെറിഞ്ഞതിൽ അവൾ ഏറെ ക്ഷുഭിതയായി. കുടുംബത്തിന് പുറത്തെ അപരിചിതൻ അപ്രതീക്ഷിതമായി തനിക്കെതിരെ, അവൾക്കെതിരെ വലിച്ചെറിഞ്ഞത് എന്ത് എന്നൊരു ചോദ്യം വരാം. എന്താണ് വലിച്ചെറിഞ്ഞത് ആയിട്ട് ഇവിടെ സ്മിത പറയുന്നത്? അവളുടെ അഹങ്കാരത്തെ. തീർച്ചയായിട്ടും ഉള്ള ഒരു ചെറിയ അഹങ്കാരി തന്നെയാണ് അല്ലേ? അയാളുടെ ഇമെയിൽ വിലാസത്തെ അവൾ നിർദ്ദയം അവഗണിച്ചു. എന്തായാലും മറുപടി എഴുതണം. അയാൾ അവസാനം പറഞ്ഞല്ലോ, സമയം ലാഭിക്കാം, എനിക്ക് അനേകം ഇമെയിൽ ഐ ഡികളുണ്ട്, അതിൽ ഒരെണ്ണം ഇതാ താഴെ ചേർക്കുന്നു എന്ന്. പക്ഷെ അവൾക്ക് ദേഷ്യം വന്നതുകൊണ്ടായിരിക്കാം അവള് ഇമെയിലിൽ മറുപടി അയക്കുന്നില്ല. കത്തിൽ തന്നെ അവൾ മറുപടി അയക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അവൾ അയാൾക്ക് കത്തെഴുതുകയാണ്. എന്തായാലും ദേഷ്യത്തിലാണ് കത്തെഴുതുന്നത്. അതുകൊണ്ട് സംബോധന തന്നെ ഒന്ന് നോക്കൂ. ആ സംബോധനയിൽ തന്നെയുണ്ട് അവളുടെ പരിഹാസം. ശ്രീ വിനോദ് കൃഷ്ണജി, ഈ ദരിദ്ര നാരായണിയുടെ പ്രണാമം സ്വീകരിച്ചാലും താങ്കൾക്ക് മലയാളം വഴങ്ങാത്തതുപോലെ എനിക്ക് ഇംഗ്ലീഷും വഴങ്ങില്ല. താങ്കൾക്ക് കമ്പ്യൂട്ടർ കീബോർഡാണ് പഥ്യമെങ്കിൽ എനിക്ക് കയ്യക്ഷരമാണ് പ്രിയം. എനിക്ക് അനേകം ഇമെയിൽ വിലാസങ്ങളില്ല, ഒരു എണ്ണമേ ഉള്ളൂ. അത് കത്തിൽ വയ്ക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ കത്തയക്കാം. പക്ഷേ മറുപടി കയ്യക്ഷരത്തിൽ സാദാ തപാലിലേ വരികയുള്ളൂ. അഹങ്കാരികൾക്ക് വാശി കൂടുമെന്നറിയാമല്ലോ. നല്ലൊരു മറുപടിയാണ് സ്മിത അയക്കുന്നത്. വിനോദ് കൃഷ്ണന്റെ മറുപടി കത്തിൽ അവളെ പരിഹസിച്ച് എഴുതിയ എല്ലാ കാര്യങ്ങൾക്കും തിരിച്ച് അവളും മറുപടി കൊടുക്കുകയാണ്. വീണ്ടും പറയുന്നു, ആകെയുള്ള ഇമെയിൽ ഐ ഡി എടുക്കാൻ നോക്കിയപ്പോഴാണ് ഞാൻ എത്രയോ പുറകിലാണെന്ന് എനിക്ക് മനസ്സിലായത്. കാരണം അവിടെ എൻ്റെ പേര് സ്മിത 1038 എന്നാണ്. 1037 സ്മിതകൾ എനിക്ക് മുൻപിലുണ്ട്. 1037 പേർക്ക് പിന്നിൽ സ്വന്തം പേരിന് വേണ്ടി പോലും നിൽക്കേണ്ടി വരുന്ന എനിക്ക് ഈഗോയുണ്ടെന്ന് എന്നെ കാണുകയോ അറിയുകയോ ചെയ്യാത്ത ഒരാൾ പറയുന്നു. നല്ല തമാശ. വിനോദകൃഷ്ണ പറഞ്ഞല്ലോ സ്മിത ഒരു ഈഗോയുള്ള പെണ്ണാണെന്ന്.
അതിന് മറുപടിയായി സ്മിത പറയുന്നത്, എന്നെ കാണുകയോ കേൾക്കുകയോ ചെയ്യാത്ത ഒരാളാണ് പറയുന്നത്. എന്റെ പേര് പോലും 1037 പേർക്ക് പിന്നിലാണ്. എന്നിട്ടാണ് എനിക്ക് ഈഗോയുണ്ടെന്ന് പറയുന്നത്. ഇത് നല്ല തമാശ തന്നെ. പിന്നെ ആദ്യ കത്തിൽ പെൺകുട്ടികൾ സ്വയം വർണ്ണിക്കാൻ പാടില്ലെന്ന് ഒരു നിയമമുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ലോകം മുഴുവൻ ഫ്രണ്ട്സ് ഇല്ലാത്തതുകൊണ്ട് നിയമങ്ങൾ നല്ല പിടിയില്ല. എനിക്ക് വിരലിലെണ്ണാവുന്ന സുഹൃത്തുക്കളേയുള്ളൂ. അവർ ആരാണെന്നും എവിടെയാണെന്നും എനിക്ക് നല്ലവണ്ണം അറിയാം. അങ്ങനെയൊരു വ്യത്യാസമുണ്ട് നമ്മൾ തമ്മിൽ. വീണ്ടും സ്മിത വിനോദകൃഷ്ണനെ പരിഹസിക്കുന്നു. നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ലോകം മുഴുവൻ ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷേ അവർ ആരാണ് എവിടെയാണ് എന്നൊന്നും നിങ്ങൾക്കറിയില്ല. പക്ഷേ എന്റെ കാര്യം അങ്ങനെയല്ല. എനിക്ക് കുറച്ച് ഫ്രണ്ട്സേ ഉള്ളൂ. അവർ ആരാണ് എവിടെയാണ് ഇതൊക്കെ എനിക്ക് നല്ലവണ്ണം അറിയാം. എന്റെ കത്ത് അഹങ്കാരം തുളുമ്പി നിൽക്കുന്ന ഒന്നാണെന്ന് നിങ്ങൾ പറഞ്ഞു. സ്വയം വർണ്ണന താല്പര്യമില്ലെന്നും സൂചിപ്പിച്ചു. പക്ഷേ നിങ്ങളുടെ പരസ്യത്തിലെ വാക്കുകൾ ഓർമ്മയുണ്ടോ? അവൾ ഉരുളയ്ക്കുപ്പേരി പോലെ മറുപടി കൊടുക്കുകയാണ്. വിനോദകൃഷ്ണ പറഞ്ഞല്ലോ നിങ്ങൾ സ്വയം വർണ്ണന നടത്തിയെന്ന്. സ്മിത സുന്ദരിയാണ്, തലമുടിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് സ്വയം വർണ്ണന നടത്തിയല്ലോ. പക്ഷെ നിങ്ങൾ ആദ്യത്തെ ആ പരസ്യത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ സുന്ദരനാണ്, അവിവാഹിതനാണ്, ബിരുദാനന്തര ബിരുദധാരിയാണ്, ഏകാഗിയാണ് എന്നൊക്കെ. അത് സ്വയം വർണ്ണനയല്ലേ? ഒരു ശുദ്ധ സൗഹൃദത്തിന് ഇതിൽ അവസാനത്തേതൊഴികെ മറ്റെല്ലാ വിശേഷണങ്ങളും അനാവശ്യമല്ലേ? അവസാനത്തേത് ഏകാഗി എന്നത്, അത് വേണമെങ്കിൽ ആ പരസ്യത്തിൽ ചേർക്കാമായിരുന്നു. ഞാനൊരു ഏകാഗിയാണ്, ശുദ്ധ സൗഹൃദം കാക്ഷിക്കുന്നു എന്ന്. മറ്റേ സുന്ദരനാണ്, അവിവാഹിതനാണ്, ബിരുദാനന്തര ബിരുദധാരിയാണ്, ഇതൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് അവൾ അയാളോട് പരിഹാസ രൂപേണ ചോദിക്കുന്നു. ലോകം മുഴുവൻ ഫ്രണ്ട്സ്, കൈ നിറയെ പണം, 39-ാം വയസ്സിൽ വിശ്രമ ജീവിതം, പിന്നെ ജീവിതം സുഖിച്ച് തീർക്കാനുള്ളതാണെന്ന ഫിലോസഫി. ശരിയല്ലേ? വിനോദകൃഷ്ണന്റെ ആ വാക്കുകൾ സ്മിതയുടെ വാക്കുകളേക്കാൾ അഹങ്കാരം നിറഞ്ഞതാണെന്ന് നമുക്ക് തോന്നാം. അയാൾ പറയുന്നുണ്ടല്ലോ ലോകം മുഴുവൻ ഫ്രണ്ട്സ്, ആവശ്യത്തിലധികം പണം, എന്നിട്ട് 39-ാമത്തെ വയസ്സ്, അധികം വയസ്സൊന്നും ആയിട്ടില്ല, വിശ്രമ ജീവിതം നയിക്കേണ്ട പ്രായമായിട്ടില്ല. അപ്പോഴേക്കും അയാൾ വിശ്രമ ജീവിതത്തിലേക്ക് കടന്നിരിക്കുന്നു. കാരണം ഇഷ്ടം പോലെ പണമുണ്ട്, ഇനി പണി ചെയ്യേണ്ട ആവശ്യമില്ല, പിന്നെ ജീവിതം സുഖിച്ച് തീർക്കാനുള്ളതാണെന്നുള്ള ഒരു തത്വചിന്ത, ഫിലോസഫിയും. ഇത് ഈഗോയല്ലേ എന്നവൾ തിരിച്ചു ചോദിക്കുന്നു. എന്നിട്ടും നിങ്ങളുടെ ചിന്തയിൽ ദരിദ്രനാരായണി പ്രയോഗം വന്നല്ലോ, അത്ഭുതം. നിങ്ങൾ പറഞ്ഞല്ലോ ഇന്ത്യ ഇപ്പോഴും ദരിദ്രനാരായണിമാരുടെ നാടാണെന്ന്. അങ്ങനെ ഒരു പ്രയോഗം നിങ്ങളുടെ ഉള്ളിൽ നിന്നും വന്നല്ലോ, അതൊരു അത്ഭുതം തന്നെ. സുഹൃത്തെ, ഈ സൗഹൃദം ഏറെ നാൾ തുടരാനാവുമെന്ന് തോന്നുന്നില്ല. സ്മിതയ്ക്ക് തന്നെ ഉറപ്പായി. കാരണം അവർ ശുദ്ധ സൗഹൃദത്തിന് വേണ്ടി കത്തയച്ചു. പക്ഷെ ആ കത്തിന്റെ മറുപടി സ്നേഹനിർഭരമായ ഒരു കത്തല്ല. സ്മിതയുടെ കത്തിലെ ഓരോ വാചകങ്ങളെയും പരിഹസിച്ചുകൊണ്ട്, കളിയാക്കിക്കൊണ്ട്, അവളെ ചെറുതാക്കിക്കൊണ്ട് ഉള്ള കത്താണ് വിനോദകൃഷ്ണ അയച്ചത്. അതിനുള്ള മറുപടി എന്ന മട്ടിൽ തിരിച്ച് സ്മിതയും വിനോദകൃഷ്ണനോട് അതേപോലെ തന്നെ മറുപടി നൽകുന്നു. അപ്പോൾ രണ്ടുപേരും തമ്മിൽ ഒരിക്കലും പൊരുത്തപ്പെടാൻ പോകുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഈ സൗഹൃദം തുടരാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. നിങ്ങളെപ്പോലെ കൈനിറയെ പണവുമായി ജീവിതം സുഖിച്ച് തീർക്കുന്നവരാണ് ഈ നാടിന്റെ ശാപം. നിങ്ങൾ പറഞ്ഞല്ലോ 39 വയസ്സായി, കൈനിറയെ പണമുണ്ട്, ഞാനിനിയും എല്ലാം ആസ്വദിച്ച് ജീവിക്കാൻ പോവുകയാണ് എന്നൊക്കെ. അങ്ങനെയുള്ള നിങ്ങളെപ്പോലുള്ളവരാണ് ഈ നാടിന്റെ ശാപം. നിങ്ങൾക്കൊരിക്കലും സ്മിതയെ പോലൊരു പെണ്ണിനെ മനസ്സിലാവില്ല. ക്ലർക്കിന്റെ പണിയും വീട് വിട്ടകന്ന് പേയിങ് ഗസ്റ്റായി താമസവുമൊക്കെ എന്റെ സ്വത്വത്തിന്റെ പ്രഖ്യാപനങ്ങളാണ്. അവൾ പറയുന്നു, ഞാൻ വിദ്യാഭ്യാസമുള്ള പെണ്ണാണ്, എനിക്ക് പല ടെസ്റ്റുകൾ എഴുതി ഒരു ജോലി കിട്ടി, ഒരു ക്ലർക്കിന്റെ ജോലി കിട്ടി, പിന്നെ ഞാൻ പേയിങ് ഗസ്റ്റ് ആയിട്ട് താമസിക്കുന്നു. ഇതെല്ലാം എന്റെ സ്വത്വം എന്ന് വെച്ചാൽ താൻ എന്ന ഒരു ഭാവം. അതായത് ഒരാൾക്കൊരു വ്യക്തിത്വം ഉണ്ടല്ലോ, താൻ പോരിമയുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ സ്വത്വം എന്ന് പറയുന്നത്. അതൊക്കെ എന്റെ സ്വത്വത്തിന്റെ, എന്റെ വ്യക്തിത്വത്തിന്റെ പ്രഖ്യാപനങ്ങളാണ്. സ്ത്രീധനത്തിന്റെ പിന്നാലെ ഒഴുകി ഏതെങ്കിലും ഒരുത്തന്റെ കിടപ്പറയിൽ അവന് കുട്ടികളെ പ്രസവിച്ചു കൊടുക്കുന്നതല്ല സ്ത്രീത്വം എന്ന ധാരണ കൊണ്ടാണ്.
ഇന്ന് പെൺകുട്ടികളെ വിവാഹം കഴിക്കണമെങ്കിൽ പുരുഷന്മാർക്ക് സ്ത്രീധനം കൊടുക്കണം. സ്ത്രീധനം എന്ന ആ മഹാവിപത്ത് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ സ്ത്രീധനം മേടിച്ച് ഒരുത്തന്റെ ഭാര്യയായി അവന് കുഞ്ഞുങ്ങളെ പ്രസവിച്ചു കൊടുക്കുന്നതല്ല എൻ്റെ സ്വത്വം, എൻ്റെ വ്യക്തിത്വം, അതിന് ഞാൻ നിൽക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ടെസ്റ്റ് എഴുതി ജോലി നേടിയതും പേയിങ് ഗസ്റ്റ് ആയിട്ട് താമസിക്കുന്നതും. എനിക്ക് എന്റേതായ രീതിയിൽ ഒരു നിലനിൽപ്പുണ്ട്. ഇതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം വായിൽ വെള്ളിക്കരണ്ടിക്ക് പകരം കമ്പ്യൂട്ടറുമായിട്ടാണ് നിങ്ങൾ ജനിച്ചിരിക്കുന്നത്. എപ്പോഴും കമ്പ്യൂട്ടറിലാണല്ലോ, ഇന്റർനെറ്റിലാണല്ലോ. അതുകൊണ്ട് നിങ്ങളോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടിവിക്ക് വേണ്ടി 3 പേരോട് കടിപിടി കൂടുന്ന എനിക്ക് ടിവി എന്തെന്നറിയാത്ത ദരിദ്രവാസികളെ മനസ്സിലാകും. ചാറ്റ് റൂമിൽ ശബ്ദമോ ശരീരമോ ഇല്ലാത്തവരുമായി സല്ലപിക്കുന്ന നിങ്ങൾക്ക് മജ്ജയും മാംസവുമുള്ള ആരെയെങ്കിലും മനസ്സിലാക്കാനാവുമോ? അവൾ വീണ്ടും പരിഹസിക്കുന്നു, ദേഷ്യത്തോടെ ചോദിക്കുന്നു. നിങ്ങൾ ചാറ്റ് റൂമിൽ ശബ്ദമോ ശരീരമോ ഇല്ലാത്തവരുമായിട്ടാണ് സംസാരിക്കുന്നത്. അങ്ങനെയുള്ള നിങ്ങൾക്ക് മജ്ജയും മാംസവുമുള്ള മനുഷ്യനെ മനസ്സിലാക്കാൻ സാധിക്കുമോ? ഇങ്ങനെ പറഞ്ഞ് അവൾ കത്ത് അവസാനിപ്പിക്കുകയാണ്. ഇപ്പൊ സ്മിതയുടെ കത്തൊന്ന് നോക്കൂ. വിനോദകൃഷ്ണ അവൾക്കെഴുതിയ മറുപടി കത്തിന് തിരിച്ചു നൽകുന്ന മറുപടികൾ. ഇത് വായിക്കുമ്പോൾ വിനോദകൃഷ്ണൻ ഉണ്ടാകുന്ന ഭാവം എന്തായിരിക്കും? സ്മിതയോട് സ്നേഹമുണ്ടാകുമോ? നല്ലൊരു സുഹൃത്താണ് സ്മിത എന്ന് തോന്നുമോ? തോന്നുകയില്ല, അല്ലെ? അതുപോലെയാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മറുപടികൾ എഴുതുന്നത്. എന്തായാലും സ്മിത മറുപടി കത്തായിട്ട് എഴുതി പോസ്റ്റ് ചെയ്യുകയാണ്. അവൾ ഇമെയിൽ ID സ്വീകരിക്കുന്നില്ല. അങ്ങനെ കത്ത് തപാലിൽ പോയി. വീണ്ടും കത്ത് വരികയാണ്. ഇത്തവണ വിനോദകൃഷ്ണൻ കത്തയച്ചത് തപാലിലല്ല കേട്ടോ. അയാൾ ഇമെയിൽ ID സ്മിത ഒരു ഇമെയിൽ ID അയച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. സ്മിത 1037 എന്നും പറഞ്ഞ് ആ ഇമെയിൽ ID അയാൾ മറുപടി അയക്കുന്നു. എന്തായിരിക്കും മറുപടി? നല്ലതായിരിക്കുമോ? സ്മിത വായിച്ച് സന്തോഷിക്കുമോ? എന്തായിരിക്കാം ആ കത്തിന്റെ ഉള്ളില് ഉള്ള മാറ്റർ? നമുക്ക് നോക്കാം. തുടക്കം തന്നെ ഒന്ന് ശ്രദ്ധിക്കൂ. തപാലിലാണല്ലോ എഴുതിയത്. ഒച്ചെന്ന് വെച്ചാൽ എന്താണ്? ഒരു പതുക്കെ ഇഴഞ്ഞു പോകുന്ന, വളരെ പതുക്കെ ഇഴഞ്ഞു പോകുന്ന ഒരു ചെറിയ ജീവി. അത് നീങ്ങിപ്പോകണമെങ്കിൽ കുറെ സമയമെടുക്കും. ഇവിടെ വിനോദകൃഷ്ണ സ്മിതയുടെ ആ എഴുത്തിനെ ഒച്ച് എഴുത്ത് എന്നാണ് പറയുന്നത്. ഒച്ച് തപാൽ എന്നാണ് കളിയാക്കി പറയുന്നത്. ഒച്ച് തപാലിൽ വന്ന എഴുത്ത് കിട്ടിയിട്ട് അരമണിക്കൂറേ ആയിട്ടുള്ളൂ. എന്ത് തരം പെണ്ണാണ് നിങ്ങൾ? ആദ്യത്തെ കത്തിൽ നിന്ന് എനിക്ക് നിങ്ങളുടെ ഈഗോ മാത്രമേ കിട്ടിയുള്ളൂ. ഈ കത്തിൽ നിന്നും അസൂയ എന്ന പച്ചക്കണ്ണുള്ള ഭൂതത്തെയും കിട്ടുന്നു. അസൂയയും ഉണ്ടെന്നാണ് വിനോദ് കൃഷ്ണ പറയുന്നത്. നിങ്ങൾ ഭൂതാവേശിതയാണ്. ഭൂതം, പിശാച് ബാധിച്ചിരിക്കുന്നു നിങ്ങളെ. നിങ്ങൾക്ക് ഒരു ദോഷവും ചെയ്യാത്ത ഒരാൾ ദൂരെ എവിടെയോ ഇന്റർനെറ്റും പുസ്തകവും സംഗീതവും ആസ്വദിച്ച് കഴിയുന്നതിൽ ഇത്രയും ശോഭിക്കാൻ എന്തുണ്ട്? നിങ്ങൾ എന്നോട് എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? നിങ്ങളും ഞാനും തമ്മിൽ യാതൊരു പരിചയവുമില്ല. ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. അതിൽ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? സാഹിത്യം പഠിച്ചിട്ട് ഫയലുകളുന്തി ജീവിക്കേണ്ടി വരുന്നതിന്റെ അസഹ്യതയാണോ? ഈ ക്ലർക്ക് ജോലി കിട്ടിയതിന്റെ ദേഷ്യമാണോ നിങ്ങൾക്ക്? ജീവിതം എന്നെപ്പോലെ ചിലരോട് കാണിച്ചിട്ടുള്ള ആനുകൂല്യങ്ങളോട് അസൂയപ്പെട്ടിട്ട് കാര്യമില്ലെന്ന് മാത്രം ഉപദേശിച്ചു കൊള്ളട്ടെ. അപ്പൊ നിങ്ങൾക്ക് അസൂയയാണ് എന്റെ ജീവിതം കണ്ടിട്ട്. ഞാൻ എല്ലാം ഉപയോഗിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് അസൂയയാണ്. നിങ്ങൾ സ്മിത 1038 അല്ല, നിങ്ങൾ 10,038 ആകേണ്ടവളാണ്. 1038 വേണ്ട, 10,038 ആകേണ്ടവളാണ്. അത്രയും പിന്നിൽ നിൽക്കാനുള്ള അർഹതയും ബുദ്ധിയുമേ നിങ്ങൾക്കുള്ളൂ. അല്ലെങ്കിൽ പറയൂ, ഞാൻ നെറ്റിൽ സർഫ് ചെയ്യുന്നത് നിർത്തിയാൽ നാട് രക്ഷപ്പെടുമോ? സ്വത്വപ്രഖ്യാപനമെന്ന് നിങ്ങൾ എഴുതി. എന്താണ് സ്വത്വമെന്ന് ആദ്യം തിരിച്ചറിഞ്ഞിട്ട് പോരെ? അങ്ങനെ സ്മിതയുടെ വാക്കുകൾക്ക് വിനോദ് കൃഷ്ണയും ഉരുളക്കുപ്പേരി എന്ന മട്ടിൽ തന്നെ മറുപടി നൽകുകയാണ്. എന്നിട്ട് പറയുന്നു, നിങ്ങളൊരു ക്രൂരയായ സാഡിസ്റ്റാണ്. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന സാഡിസ്റ്റാണ്.
മജ്ജയും മാംസവും കയ്യിൽ തന്നെ വച്ചോളൂ. ഒരു കാര്യത്തിൽ ഞാൻ നിങ്ങളോട് യോജിക്കുന്നുണ്ട്. ഏതാണ്? ഇത്തരമൊരു ബന്ധം അധിക നാൾ തുടരാനാവില്ല. അതിൽ യോജിക്കുന്നുണ്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തുവാക്കുകൾ പറയുക, കത്തിലെഴുതിയതിന് പരിഹാസത്തോടെ സംസാരിക്കുക, ദേഷ്യത്തോടെ സംസാരിക്കുക, എന്തായാലും ആ ഒരു കാര്യത്തിൽ നമുക്ക് ഈ സുഹൃത്ത് ബന്ധം അധിക നാൾ തുടരാൻ സാധിക്കില്ല എന്നതിൽ ഞാൻ നിങ്ങളോടും യോജിക്കുന്നു. അങ്ങനെ വിനോദ് കൃഷ്ണയുടെ കത്ത് സ്മിതയ്ക്ക് കിട്ടി. ഈ കത്തും നല്ലൊരു സുഹൃത്ത് ബന്ധത്തെയാണോ സൂചിപ്പിക്കുന്നത്? അല്ല. ഈ കത്തുകൾ ഇങ്ങനെ വന്നാൽ ഇവർ കൊടിയ ശത്രുക്കളായി മാറും എന്ന അവസ്ഥയിലേക്ക് എത്തും. അങ്ങനെ സ്മിത അതിന്റെ പ്രിന്റ് ഔട്ടുമായിട്ട് താമസ സ്ഥലത്തെത്തി. എന്നിട്ട് അവൾ ആ കത്തിന് മറുപടി എഴുതുകയാണ്. ഇപ്പോൾ വന്ന കത്തിന് വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. എന്താണെന്ന് നോക്കുക. ഒരുപാട് അസ്വസ്ഥതകളും വിഹുലതകളും പേറുന്ന ഒരു മനസ്സിന്റെ ഉടമയാണ് ഞാൻ. ഏകാഗി എന്നത് എനിക്കൊരു കാൽപ്പനിക പദമല്ല. അതുകൊണ്ട് സമാധാനക്കേട് വിലക്കെടുക്കുവാനും ഗതികേടും എനിക്കില്ല. തെളിനീര് പോലെ ലഭിക്കുമെന്ന് ഞാൻ ആശിച്ച സൗഹൃദം തുടക്കത്തിലേ പിഴച്ചുപോയി. ജീവിതം എന്നോട് എപ്പോഴും അങ്ങനെയാണ്. ആനുകൂല്യം പോയിട്ട് അനുകമ്പ പോലും തരില്ല. ഒരു വീക്ഷണത്തിലും പൊരുത്തമില്ലാത്ത നമുക്ക് ഈ സൗഹൃദം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അപ്പൊ സ്മിത എഴുതിയ കത്ത് മറ്റൊന്നുമല്ല, ആ സൗഹൃദം അവസാനിപ്പിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇനി കത്തുകളൊന്നും എഴുതണ്ട, ഞാനിതാ ലോകാവസാനം വരെ ഇനി നിങ്ങളോട് ഒരു ബന്ധവുമില്ല, ഗുഡ് ബൈ, ഇത്രയും പറഞ്ഞ് കത്ത് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ആ ശുദ്ധ സൗഹൃദം അവിടെ അവസാനിച്ചു. ഇനി കത്തുകൾ എഴുതുകയില്ല, ഗുഡ് ബൈയും സ്മിത പറഞ്ഞു. പക്ഷേ ആ സൗഹൃദം അവിടെ അവസാനിക്കുന്നുണ്ടോ? സ്മിതയുടെ മനസ്സിൽ നിന്നും സൗഹൃദം മാറുന്നില്ല. മറിച്ച് വിനോദ് കൃഷ്ണ അവളുടെ മനസ്സിലേക്ക് കൂടുതലായിട്ട് കടന്നു കയറുകയാണ്. അയാളെ മറക്കാൻ അവൾക്ക് സാധിക്കുന്നില്ല. അയാളോട് ഗുഡ് ബൈ ഒക്കെ പറഞ്ഞ് കത്തവൾ അയക്കുകയും ചെയ്തു. അതോടെ മറക്കണം എന്ന് വിചാരിച്ച് അവൾ പലതും ചെയ്യുകയാണ്. പക്ഷെ അയാളെ മനസ്സിൽ നിന്നും മാറ്റാൻ അവൾക്ക് സാധിക്കുന്നില്ല. അയാളോടുള്ള ഒരു പ്രത്യേകതരം ഇഷ്ടം അവളുടെ ഉള്ളിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. എങ്കിലും അവൾ ആ കത്ത് പോസ്റ്റ് ചെയ്തതിന് ശേഷം അയാളെ മറക്കുന്നതിനായിട്ട് പല കാര്യങ്ങളും അവൾ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്? ഇന്റർനെറ്റ് കഫേ സന്ദർശനം അവൾ പൂർണ്ണമായിട്ടും നിർത്തി. ഓഫീസിലെ ലേഡീസ് ക്ലബിന്റെ പാചക ക്ലാസ്സിൽ ചേർന്ന് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഉണ്ടാക്കാൻ പഠിച്ചു. ടിവിയിൽ വാർത്തയും ബുദ്ധിപരമായ പരിപാടികളും മാത്രം കണ്ട് ശീലിച്ചിരുന്ന അവൾ ചവറു സീരിയലുകൾ മുഴുവൻ കണ്ട് കഥാപാത്രങ്ങളുടെ ഭാവി ചർച്ച ചെയ്തു. എന്നിട്ടും മനസ്സ് പിടിയിൽ നിൽക്കാത്തതുകൊണ്ട് ആർട്ട് ഓഫ് ലിവിംഗ് ബേസിക് കോഴ്സിന് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ സ്മിത വിനോദ് കൃഷ്ണനെ മറക്കാൻ വേണ്ടിയിട്ട് അവൾക്ക് ഇഷ്ടമല്ലാത്ത പല കാര്യങ്ങളിലും ഏർപ്പെടുകയാണ്. നമ്മൾ അങ്ങനെയാണല്ലോ, എന്തെങ്കിലും വിഷമങ്ങൾ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ അതങ്ങനെ ചേക്കേറി കിടക്കുമ്പോൾ അത് മറക്കാൻ വേണ്ടി നമ്മൾ മറ്റെന്തെങ്കിലും കാര്യത്തിലേക്ക് ശ്രദ്ധ പതിപ്പിക്കും, ചെയ്യും. അന്നേരം നമുക്ക് ഈ ഓർമ്മകൾ അധികം മനസ്സിലേക്ക് കടന്നു വരില്ല. ആ ഒരു ചിന്താഗതി കൊണ്ടാണ് സ്മിതയും അവൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തി ആ കാര്യങ്ങൾ ചെയ്യുന്നത്. വിനോദ് കൃഷ്ണനെ മനസ്സിൽ നിന്നും മറന്നു കളയാൻ, മായ്ച്ചു കളയാൻ. പക്ഷേ സ്മിതയ്ക്ക് സാധിക്കുന്നുണ്ടോ അയാളെ മറക്കാൻ? ഇല്ല. എന്തൊക്കെ ചെയ്തിട്ടും അവളുടെ മനസ്സിൽ നിന്നും അയാൾ ഇറങ്ങിപ്പോകുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഇതാ ഒരു കത്ത്, വിനോദ് കൃഷ്ണന്റെ കത്താണത്. കാരണം വികൃതമായ കയ്യക്ഷരത്തിൽ മേൽവിലാസം എഴുതിയ ഒരു കത്ത് വരികയാണ്. അതെന്തായിരിക്കാം അയാൾ ഇമെയിൽ അയക്കാതിരുന്നത്? അയാൾക്ക് കമ്പ്യൂട്ടർ ഇന്റർനെറ്റും ആണല്ലോ പ്രിയം. കഴിഞ്ഞ കത്ത് ഇമെയിലിൽ വരികയും ചെയ്തതാണ്. ഇത്തവണ സ്മിതയ്ക്ക് വന്ന കത്ത് തപാലിലാണ്, കൈകൊണ്ട് എഴുതിയ വികൃതമായ അക്ഷരത്തിൽ. അതിന് കാരണമുണ്ട്. വിനോദ് കൃഷ്ണൻ സ്മിതയുടെ കത്തിന്, അതായത് ലോകാവസാനം വരെ ഗുഡ് ബൈ പറഞ്ഞ ആ കത്തിന് ധാരാളം കത്തുകൾ, മറുപടി കത്തുകൾ ഇമെയിൽ മുഖാന്തിരം അയച്ചിരുന്നു. എന്നാൽ സ്മിത ഇന്റർനെറ്റ് കഫേയിൽ പോകുന്നുണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ മാത്രമല്ല ഇന്റർനെറ്റ് സെർച്ച് ചെയ്യുന്നുമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കത്തുകളൊന്നും സ്മിതയുടെ കണ്ണിൽ പെട്ടിട്ടില്ല, അവൾ വായിച്ചിട്ടുമില്ല. ഇത് മനസ്സിലാക്കിയത് കൊണ്ടാണ്
വിനോദ് കൃഷ്ണ ഇത്തവണ തപാലിൽ കത്തെഴുതിയത്. അയാളുടെ കത്ത് അവൾ ആദ്യം വായിക്കാൻ അവൾക്ക് താല്പര്യം തോന്നിയില്ല, പിന്നെ അവളത് വായിക്കുകയാണ്. ഈയിടെ ഇമെയിൽ ചെയ്യാറില്ലേ? എന്റെ കത്തുകൊണ്ട് നിങ്ങളുടെ ഇൻബോക്സ് നിറഞ്ഞു കാണും. അപ്പോൾ വളരെയധികം കത്തുകൾ വിനോദ് കൃഷ്ണ ഇമെയിലിലൂടെ സ്മിതയ്ക്ക് അയച്ചിട്ടുണ്ട്. ലോകാവസാനം വരെ വിട പറഞ്ഞു പോയെങ്കിലും ഞാൻ എഴുതി, കാരണം നിങ്ങളെ എനിക്ക് മറക്കാനാവില്ല. അവിടെ ഒന്ന് ശ്രദ്ധിക്കൂ, സ്മിതയുടെ അതേ മാനസിക അവസ്ഥ തന്നെയാണ് വിനോദ് കൃഷ്ണനും. ലോകാവസാനം വരെ ഗുഡ് ബൈ പറഞ്ഞ് സ്മിത പിരിഞ്ഞുപോയി, സുഹൃത്ത് ബന്ധം വേണ്ട എന്ന് വച്ചു. പക്ഷേ വിനോദ് കൃഷ്ണന് സ്മിതയെ മറക്കാനാകുന്നില്ല. സ്മിതയ്ക്കോ അതുപോലെ തന്നെയാണ്. വിനോദ് കൃഷ്ണനെ മനസ്സിൽ നിന്നും മറക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ അവൾക്ക് ഇഷ്ടമല്ലാത്ത പ്രവൃത്തികളിൽ പോലും വ്യാപൃതയാകുന്നത്. എന്നെ വേദനിപ്പിച്ച ഒരേ ഒരു പെണ്ണാണ് നിങ്ങൾ. എന്റെ ഓരോ കത്തിനും നിങ്ങളുടെ മൗനം പ്രതികരണമായപ്പോൾ എന്റെ വാക്കുകൾ എന്നിലേക്ക് തിരിച്ചു വന്നതറിഞ്ഞു. പിന്നെയാണ് എനിക്ക് തോന്നിയത്, എന്നോടുള്ള ദേഷ്യം കാരണം സ്മിത ഇമെയിൽ നോക്കുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ഒച്ച തപാലിലേക്ക് വീണ്ടും വന്നത്. വിനോദ് കൃഷ്ണൻ ധാരാളം ഇമെയിൽ കത്തുകൾ അയച്ചിട്ട് അതൊന്നും സ്മിത നോക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് തപാലിൽ എഴുതുകയാണ്. നിങ്ങൾക്ക് സുഹൃത്ത് ബന്ധം തുടരാൻ താല്പര്യമില്ലാത്തതിന് ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നില്ല. നിങ്ങൾ ഇനി ഈ സുഹൃത്ത് ബന്ധം തുടരുന്നില്ല, അതിന് താല്പര്യമില്ല, ഞാൻ നിർബന്ധിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. എന്താണത്? മറ്റൊന്നുമല്ല, നിങ്ങൾ ഒരു പ്രാവശ്യം കൂടി കമ്പ്യൂട്ടറിന്റെ അരികിൽ വരണം. എന്നിട്ട് www.vinodkrishna.com എന്ന വെബ്സൈറ്റിൽ നിങ്ങളൊന്ന് കയറണം, സന്ദർശിക്കണം. അതെന്റെ വെബ്സൈറ്റാണ്, ഞാൻ തന്നെ ഡിസൈൻ ചെയ്ത വെബ്സൈറ്റ്. എന്നിട്ട് അതിൽ കയറിയിട്ട് നിങ്ങൾ എന്നേക്കുമായിട്ട് എന്നോട് വിട പറഞ്ഞു പോയിക്കൊള്ളൂ, വരില്ലേ എന്ന് സ്നേഹപൂർവം വിനോദ്. അപ്പോൾ അവസാനമായിട്ട് വിനോദ് കൃഷ്ണ ആവശ്യപ്പെടുന്ന കാര്യം ഇതാണ്, നിങ്ങൾ എൻ്റെ വെബ്സൈറ്റിലൊന്ന് കയറണം, എന്നിട്ട് നിങ്ങൾ വിട പറഞ്ഞ് പോയിക്കൊള്ളൂ എന്ന്. അപ്പോൾ രണ്ടുപേർക്കും ഈ കത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ച് പരസ്പരം മനസ്സിലൊരു ഇഷ്ടം തോന്നിയിട്ടുണ്ട്. അത് ഗാഠമായ ഒരു സ്നേഹം തന്നെയാണ്. അതുകൊണ്ടാണ് രണ്ടുപേർക്കും ദേഷ്യമുണ്ടെങ്കിൽ പോലും അവരെ മറക്കാൻ സാധിക്കാത്ത അവസ്ഥ വരുന്നത്. സ്മിത ആദ്യം തീരുമാനിക്കുന്നത് താൻ അയാളുമായോ അയാൾക്ക് ബന്ധമുള്ളവരുമായോ വെബ്സൈറ്റിൽ കയറുകയില്ലെന്ന് സ്മിത തീരുമാനമെടുത്തു. ഓഫീസ് വിട്ടാൽ വൈകുന്നേരം ആർട്ട് ഓഫ് ലിവിങ്ങിന് പോകാനുള്ളതാണ്. മനസ്സ് നിയന്ത്രണത്തിലായാൽ കുഴപ്പമില്ല. സ്മിത തീരുമാനിക്കുകയാണ്, ഇല്ല, ഞാൻ അയാളുടെ വെബ്സൈറ്റിൽ കയറുന്നില്ല. പക്ഷേ പിറ്റേ ദിവസം വൈകുന്നേരം അവൾ ആർട്ട് ഓഫ് ലിവിംഗ് കോഴ്സിന് പോയില്ല. പകരം എവിടേക്കാണ് പോയത്? ഇന്റർനെറ്റ് കഫേയിലേക്കാണ് പോയത്. വെബ്സൈറ്റിൽ കയറില്ല എന്നൊക്കെ വിചാരിച്ചെങ്കിലും അവളുടെ മനസ്സ് സമ്മതിക്കുന്നില്ല. അങ്ങനെ അവൾ ആ ഇന്റർനെറ്റ് കഫേയിൽ കയറി. അവൾ ടൈപ്പ് ചെയ്യുകയാണ്. എന്താണ് ടൈപ്പ് ചെയ്യുന്നത്? വിനോദ് കൃഷ്ണന്റെ വെബ്സൈറ്റ് www.vinodkrishna.com എന്ന വെബ്സൈറ്റ് അതടിച്ചു. അങ്ങനെ വെബ്സൈറ്റ് ഓപ്പൺ ആവുകയാണ്, തുറന്നു വരികയാണ്. അതിലെന്താണ് കാണുന്നത്? പഞ്ചവാദ്യ മേളത്തോടെ വെബ്സൈറ്റ് തെളിഞ്ഞു. മഴവില്ലിന്റെ 7 നിറങ്ങൾ ഒരു പ്രത്യേക അനുപാതത്തിൽ തെറിച്ചു പരന്ന് മെല്ലെ ഒതുങ്ങി. മഴ പെയ്യുന്ന താളം തുടങ്ങുന്നതനുസരിച്ച് സ്ക്രീനിൽ വിനോദിന്റെ മുഖം തെളിഞ്ഞു. ആ വെബ്സൈറ്റിൽ ആദ്യമായിട്ട് സ്മിത വിനോദിനെ കണ്ടിട്ടില്ലല്ലോ, വിനോദ് സ്മിതയെയും കണ്ടിട്ടില്ല. ഇതാ വിനോദിന്റെ മുഖം ആ വെബ്സൈറ്റിൽ തെളിഞ്ഞു വരികയാണ്. സുന്ദരനാണ്, നോക്കൂ. ഗോതമ്പിന്റെ നിറമുള്ള മുഖത്ത് ദൃഢതയും കർക്കശതയുമുള്ള പുരുഷ ഭംഗി സ്മിത ദർശിച്ചു. തൃഷ്ണയുണർത്തുന്ന ചുണ്ടുകളാണ് ആദ്യം ശ്രദ്ധ പിടിച്ചു പറ്റിയത്. അത്തരം പ്രത്യേക ചുണ്ടുകൾ അവൾ ആരിലും കണ്ടിരുന്നില്ല. വിനോദിന്റെ മിഴികളിൽ അസാമാന്യ തീഷ്ണത നിറഞ്ഞു നിന്നിരുന്നു. ആ നോട്ടത്തിനു മുന്നിൽ സ്മിത വല്ലാതെ അസ്വസ്ഥയായി. ഈശ്വര, എനിക്ക് എന്താണ് സംഭവിക്കുന്നത്? അവൾ സ്വയം ചോദിച്ചു. AC റൂമിൽ അവൾ വിയർക്കാൻ തുടങ്ങിയിരുന്നു.
ചുരുളൻ മുടിയും ഫ്രഞ്ച് താടിയും നൽകിയ ചാരുത അയാളെ അവളുടെ കണ്ണിൽ കാമദാഹമുള്ളൊരു യവനദേവനാക്കി. ചുരുക്കത്തിൽ വെബ്സൈറ്റിൽ വിനോദ് കൃഷ്ണയെ ആദ്യമായി കാണുന്ന സ്മിത അയാളുടെ സൗന്ദര്യം കണ്ട് തരിച്ചിരിക്കുകയാണ്. വളരെയധികം സുന്ദരനായ ആ ചെറുപ്പക്കാരൻ അവളുടെ മനസ്സിലേക്ക് പൂർണ്ണമായിട്ടും കടന്നു വരികയാണ്. പെട്ടെന്ന് അവൾ അവിടെ നിന്നും കഴ്സർ മാറ്റുകയാണ്. എന്നിട്ട് അയാളുടെ ജീവചരിത്രം എന്ന ജാലകത്തിലേക്ക് പോവുകയാണ്. അത് തുറന്നപ്പോൾ എന്താണ് കാണുന്നത്? വിദ്യാഭ്യാസ യോഗ്യതകൾ നോക്കൂ. SSLC അയാൾ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായിരിക്കുന്നു. പ്രീ ഡിഗ്രി അയാൾ ഫസ്റ്റ് ക്ലാസ്സും 2ാം റാങ്കിലും പാസ്സായിരിക്കുന്നു. BTech ഫസ്റ്റ് ക്ലാസ്സിലും 2ാം റാങ്കിലും പാസ്സായിരിക്കുന്നു. MTech ആണെങ്കിൽ IIT-യിലാണ് പഠിച്ചത് എന്നതിന് പുറമെ അയാൾക്ക് ഫസ്റ്റ് റാങ്കും ലഭ്യമായിട്ടുണ്ട്. ഗവേഷണം കാൽടെക്സ് കാലിഫോർണിയ, അവിടെയാണ് ഗവേഷണം ചെയ്തത്. ഇത്രയും ഭാഗത്തുനിന്ന് തന്നെ ഈ വിനോദ് കൃഷ്ണയുടെ അറിവ്, വിദ്യാഭ്യാസം എത്ര വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്മിതയ്ക്കത് ബോധ്യമായി. പിന്നെ അവൾ ആ ജാലകം, അതായത് ജീവചരിത്ര ജാലകം ബാക്കി നോക്കുന്നില്ല. അവൾ അവിടുന്ന് വീണ്ടും കഴ്സറിനെ മാറ്റുകയാണ്. എന്നിട്ട് ആദ്യം കണ്ട ഭാഗത്തേക്ക് എത്തുന്നു. എന്നിട്ട് അവൾ ചിന്തിക്കുകയാണ്, ഇയാൾ അമേരിക്കയില് ഗവേഷണത്തിന് പോയല്ലോ, പക്ഷേ പ്രൊഫസറോട് പിണങ്ങിയിട്ട് അയാൾ അത് പൂർത്തിയാക്കുന്നില്ല, ആ ഗവേഷണം പൂർത്തിയാക്കുന്നില്ല. പ്രൊഫസറോട് പോലും ഇടയുന്ന അഹങ്കാരം അല്ലേ? അവൾ ചോദിച്ചു. ബ്രെയിൻ ഉണ്ട്, അത് സമ്മതിച്ചു, പക്ഷേ ഹൃദയമില്ല, അതുകൂടി വേണ്ടേ? തന്റെ സ്വരം മൃദുലമാകുന്നതിൽ സ്മിത അതിശയിച്ചു. അവൾ ഭയങ്കര ദേഷ്യത്തോടെയാണ് വെബ്സൈറ്റ് തുറന്നതെങ്കിലും ഇപ്പോഴിതാ അവളുടെ സ്വരം പതുക്കെ പതുക്കെ നേർമയായിട്ട് വരികയാണ്. അതായത് ദേഷ്യം കുറഞ്ഞു കുറഞ്ഞ് വരികയാണ്. ജീവചരിത്രം, ഗവേഷണ ഫലങ്ങൾ, ഇപ്പോൾ ചെയ്യുന്നത് ആൽബം, സന്ദർശക ഡയറി, ബന്ധപ്പെടുക, എന്നിങ്ങനെ 6 ജാലകങ്ങൾ സ്മിതയ്ക്ക് മുന്നിൽ വന്നു. കുറേ ജാലകങ്ങൾ വരികയാണ് വിനോദ് കൃഷ്ണയുടേത്. അവൾ അതിലെ സന്ദർശക ഡയറി തുറന്നു. ആ സന്ദർശക ഡയറിയിൽ എന്താണ് കണ്ടത്? ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ഒരുപാട് ആളുകൾ വെബ്സൈറ്റ് സന്ദർശിച്ച് അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരുപാട് കഴിവുകളുള്ള ഒരു മനുഷ്യനാണ് വിനോദ് കൃഷ്ണ. അയാളുടെ സന്ദർശക ഡയറി എന്ന ജാലകം തുറന്നപ്പോൾ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും അയാളെ അഭിനന്ദിച്ചുകൊണ്ടുള്ള ഒരുപാട് അഭിനന്ദനങ്ങളാണ് വന്നിട്ടുള്ളത്. ഒന്ന് ഓടി നടന്ന് അവൾ 1ാം പേജിലേക്ക് തിരിച്ചു വന്നു. ഇനി ഏത് ജാലകം തുറക്കണമെന്ന് ആലോചിച്ച് അവൾ ആൽബത്തിലേക്ക് പോയി. ഇതാ ചുവന്ന ചെക്ക് ഷർട്ടിൽ സുന്ദരനായ വിനോദ് കൃഷ്ണ കമ്പ്യൂട്ടറിനു മുന്നിൽ ആകർഷണീയമായൊരു പോസിലിരുന്ന് വിരലുകൾ കീബോർഡിൽ വെച്ച് കഴുത്ത് തിരിച്ച് അവളെ നോക്കി. അകന്ന ചുണ്ടുകൾക്കിടയിലൂടെ അയാളുടെ പല്ലുകളുടെ അഗ്രം ഒരു പുഞ്ചിരിയിൽ ദൃശ്യമായി. കണ്ണുകളിലെ വേട്ടക്കാരന്റെ നോട്ടം അവളെ വീണ്ടും തളർത്തി. വിരൽ കൊണ്ട് അവൾ ആ നോട്ടത്തിന് തടയിട്ടെങ്കിലും വിരൽ സങ്കോചത്തോടെ പിൻവാങ്ങി. അവൾ വീണ്ടും വിനോദ് കൃഷ്ണന്റെ ആ ചിത്രങ്ങളുള്ള, അല്ലെങ്കിൽ വിനോദ് കൃഷ്ണൻ പ്രത്യക്ഷപ്പെടുന്ന ആ ഭാഗത്തേക്ക് തന്നെയാണ് ചെന്നത്. വീണ്ടും വിനോദ് കൃഷ്ണയെ കാണുകയാണ്. അവൾക്ക് മുന്നിൽ മെല്ലെ അടുത്ത ചിത്രം ഡൗൺലോഡ് ചെയ്തു വരികയാണ്. അപ്പോൾ വിനോദ് കൃഷ്ണനെ കണ്ടു. അയാൾ വളരെ സുന്ദരനായിട്ട് കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ഇരുന്ന് വിരലുകൾ കീബോർഡിൽ വെച്ച് അങ്ങനെ എന്തോ ചെയ്യുകയാണ്. കഴുത്ത് തിരിച്ച് അവളെ നോക്കുന്നുണ്ട്, പുഞ്ചിരിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ടപ്പോൾ അവൾക്ക് അയാളോടുള്ള സ്നേഹം വർദ്ധിച്ചു വരികയാണ്, ദേഷ്യം കുറഞ്ഞു വരികയാണ്. പക്ഷേ ഇതാ അടുത്ത ഒരു ചിത്രം ഇവിടെ വരുന്നു. അതെന്താണെന്നൊന്ന് നോക്കൂ. വെള്ളച്ചാട്ടത്തിന്റെ പടം പതിപ്പിച്ച ചുവരിന്റെ മുന്നിൽ ഒരു പുസ്തകം വായിച്ചുകൊണ്ട് വിനോദ് കൃഷ്ണ ഇരിക്കുന്നു. ആ ചിത്രമാണ് പിന്നെ തെളിഞ്ഞു വന്നത്. വെള്ളച്ചാട്ടത്തിന്റെ പടം പതിപ്പിച്ച ചുവര്, അതിന്റെ മുന്നിലാണ് ഒരു പുസ്തകവും വായിച്ചുകൊണ്ട് വിനോദ് കൃഷ്ണ ഇരിക്കുന്നത്. അവളൊന്ന് നോക്കി ആ ചിത്രത്തിലേക്ക്. അങ്ങനെ നോക്കിയപ്പോഴാണ് അവളുടെ ശ്രദ്ധയിൽ പെട്ടെന്ന് അത് പതിഞ്ഞത്. വിനോദ് കൃഷ്ണ ഇരിക്കുന്നത് എന്തിലാണ്? കസേരയിലാണോ? അല്ല. കണ്ണുകളെ വിശ്വസിക്കുവാൻ വിസമ്മതിച്ച് സ്മിത ഒന്നുകൂടി നോക്കി. അതെ, വിനോദ് കൃഷ്ണ ഇരിക്കുന്നത് ഒരു കൂറ്റൻ വീൽ ചെയറിലാണ്.
അയാൾ കസേരയിലല്ല ഇരിക്കുന്നത്, ഒരു വലിയ വീൽ ചെയറിലാണ്. ഒരു ഞെട്ടലോടെ പിന്നോട്ട് തെറിച്ച സ്മിത ചെന്നു വീണത് ജീവചരിത്ര ജാലകത്തിനുള്ളിലായിരുന്നു. നടുക്കം മാറാതെ അവൾ വായിച്ചു. അവൾ പെട്ടെന്ന് ആ വീൽ ചെയറിലിരിക്കുന്ന വിനോദ് കൃഷ്ണയെ കണ്ടപ്പോൾ ജീവചരിത്ര ജാലകത്തിലേക്കാണ് പെട്ടെന്ന് പോയത്. എന്നിട്ട് അവൾ വായിച്ചു. 1997 ന്യൂയോർക്കിൽ വെച്ചുണ്ടായ കാർ അപകടത്തിൽ 2 കാലുകളും അരയ്ക്ക് താഴെ വെച്ച് നഷ്ടപ്പെട്ടു. 1997 അമേരിക്കയിൽ വെച്ച് ന്യൂയോർക്കിൽ വെച്ചുണ്ടായ ഒരു കാർ അപകടത്തിൽ അയാളുടെ 2 കാലുകളും അരയ്ക്ക് താഴെ വെച്ച് നഷ്ടപ്പെട്ടു. നമ്മൾ ഈ പാഠത്തിൽ എവിടെയോ പഠിച്ചല്ലോ. അയാൾ പറയുന്നുണ്ടല്ലോ, 6 അടിയായിരുന്നു എൻ്റെ പൊക്കം, ഇപ്പോൾ ഞാൻ അളക്കാറില്ല എന്ന്. അതെ, ആ കാർ അപകടത്തിന് മുൻപ് അയാൾക്ക് 6 അടി പൊക്കം ഉണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം അയാളുടെ 2 കാലുകളും പൂർണ്ണമായിട്ടും മുറിച്ചു മാറ്റിയതിന് ശേഷം അയാൾക്ക് പൊക്കം എത്രയുണ്ടാകും? അതാണ് അയാൾ പറഞ്ഞത്, ഞാൻ അളന്നു നോക്കാറില്ല എന്ന്. ഒരുപക്ഷെ 39ാമത്തെ വയസ്സിൽ വിശ്രമ ജീവിതത്തിലേക്ക് അയാൾ കടന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇത്രയും കഴിവുകളുള്ള മിടുക്കനായ സുന്ദരനായ വിനോദ് കൃഷ്ണയോട് വിധി പെരുമാറിയിരിക്കുന്നത് നോക്കൂ. അയാൾക്ക് കുടുംബമില്ല, ഹോബികൾ സംഗീതം, വായന. ഇത്രയും വായിച്ചതോടെ സ്മിത ഇനി തനിക്ക് അറിയേണ്ടതായിട്ടോ ഒന്നുമില്ല. വെബ്സൈറ്റിന്റെ വലക്കണ്ണികൾ പൂർണ്ണമായി തന്നെ വരിഞ്ഞു മുറുക്കുന്നതിന് മുമ്പ് അവൾക്ക് പുറത്തു ചാടി രക്ഷപ്പെടണം. അവൾക്ക് അത് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. അവളുടെ മനസ്സിൽ അവൾ കണ്ട വിനോദ് കൃഷ്ണ അതല്ല അവൾ ഈ വെബ്സൈറ്റിൽ കാണുന്നത്. ജീവിതം നഷ്ടപ്പെട്ട എല്ലാ കഴിവുകളുമുള്ള മിടുക്കനായ ആ ചെറുപ്പക്കാരൻ ഇതാ കാലുകൾ നഷ്ടപ്പെട്ട് വീൽ ചെയറിൽ ഇരിക്കുന്നു. എന്നിട്ടും അയാളെ താൻ എത്രമാത്രം പരുഷമായിട്ട് ശുഭിതയായിട്ടാണ് അയാളോട് കത്തുകളിലൂടെ എഴുതിയത്. അതെല്ലാം ഓർത്തിട്ട് ആ വെബ്സൈറ്റിന്റെ വലക്കണ്ണികൾ തന്നെ വീണ്ടും വീണ്ടും വരിഞ്ഞു മുറുക്കുന്നതിന് മുമ്പ് വെബ്സൈറ്റിൽ നിന്നും പുറത്തു കടക്കാൻ അവൾ ശ്രമിക്കുകയാണ്. അതിൽ നിന്നും രക്ഷപ്പെടണം. അവളുടെ വിറയ്ക്കുന്ന വിരലിനടിയിൽ മൗസ് വെറുതെ ക്ലിക്ക് ശബ്ദങ്ങൾ ഉതിർക്കുന്നതല്ലാതെ ആ ദൃശ്യം മായുന്നില്ല. അവൾക്ക് അതിൽ നിന്ന് പുറത്തേക്ക് കടക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എന്ത് ചെയ്തിട്ടും ആ വിനോദ് കൃഷ്ണയുടെ ആ വീൽ ചെയറിലിരിക്കുന്ന ചിത്രം അത് മാറുന്നില്ല. അതങ്ങനെ തന്നെ നിൽക്കുകയാണ്. ആകെ തളർന്ന സ്മിതയിലേക്ക് തന്റെ തീഷ്ണ നോട്ടങ്ങൾ അയച്ചുകൊണ്ട് വീൽ ചെയറിൽ വിനോദ് കൃഷ്ണ വെറുതെ കാത്തിരുന്നു. അയാളുടെ നോട്ടം സ്മിതയിലേക്ക് പതിപ്പിച്ചുകൊണ്ട് അയാൾ അങ്ങനെ വെറുതെ കാത്തിരിക്കുകയാണ്. അപ്പൊ സ്മിതയ്ക്ക് ആ വെബ്സൈറ്റിൽ നിന്നും പുറത്തേക്ക് പോകാൻ സാധിക്കുന്നില്ല. കാരണം അവളത് ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. അതിന്റെ കാരണം അവൾക്ക് ഒരു പക്ഷേ കാലുകൾ നഷ്ടപ്പെട്ടു പോയ ആ വിനോദ് കൃഷ്ണ അവളിൽ വേദന ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അയാളെ കാണുന്ന ആ ചിത്രത്തിൽ നിന്നും വെബ്സൈറ്റിൽ നിന്നും പുറത്തു കടക്കാൻ ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കാം, മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കാം അവളുടെ വിരലുകൾ മൗസിൽ വെറുതെ ശബ്ദമുണ്ടാക്കുന്നതല്ലാതെ ശരിയായ രീതിയിൽ പ്രവർത്തിക്കാത്തത്. ആ വെബ്സൈറ്റ് അങ്ങനെ തുറന്നുകൊണ്ടേയിരുന്നു. അതിൽ വീൽ ചെയറിലിരുന്ന് വിനോദ് കൃഷ്ണ തന്റെ തീക്ഷ്ണമായ നോട്ടങ്ങൾ സ്മിതയിലേക്ക് അയച്ചുകൊണ്ട് വെറുതെ കാത്തിരിക്കുകയാണ് അവൾക്കു വേണ്ടി. രണ്ടുപേരുടെയും പരസ്പര സ്നേഹം എത്രമാത്രം വലുതാണ്. കത്തുകളിലൂടെ അവർ പ്രതികാരദാഹികളെ പോലെ സംസാരിച്ചു എങ്കിലും എഴുതി എങ്കിലും അവരുടെ ഉള്ളിലുള്ള സ്നേഹം വളരെ വലുതാണെന്ന് നമുക്ക് ഈ പാഠത്തിലൂടെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിന് മറ്റൊരു തെളിവ് വിനോദ് കൃഷ്ണയുടെ കത്ത് കണ്ടിട്ട്, അവളെ പരിഹസിച്ചുകൊണ്ടുള്ള കത്ത് കണ്ടിട്ട് അയാളെ മറക്കാൻ വേണ്ടി അവൾ ആദ്യം അവളുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. വീട്ടിലെത്തിയിട്ട് കല്യാണക്കാര്യം പറഞ്ഞ അമ്മയോട് അവൾ ദേഷ്യപ്പെടുന്നുണ്ട്. അതുപോലെ അച്ഛനോട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് രാഷ്ട്രീയ സ്ഥിതിയൊക്കെ ചർച്ച ചെയ്ത് സമയം കളയുന്നുണ്ട്. പണ്ട് റാഗ് ചെയ്ത പെണ്ണിന്റെ പുറകെ നടക്കരുതെന്ന് പറഞ്ഞ് അനിയനെ കളിയാക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോരോ കാര്യങ്ങളിൽ അവൾ ഏർപ്പെട്ട് വിനോദ് കൃഷ്ണനെ മറക്കാൻ ആദ്യമേ തന്നെ ശ്രമിക്കുന്നുണ്ട്. കൂടാതെ തിങ്കളാഴ്ച ജോലിക്ക് വരേണ്ടതാണ്, അവൾ ജോലിക്ക് വരുന്നില്ല, ലീവ് എടുത്ത് വീട്ടിലിരിക്കുകയാണ്. തെങ്ങിൻ പറമ്പിലൂടെ അവൾ അങ്ങനെ നടക്കുകയാണ്, ഓരോന്ന് ചിന്തിച്ച്. അപ്പോഴും ആ ചിന്തയിൽ അവളുടെ മുന്നിൽ 6 അടി നീളവും 70 കിലോ തൂക്കവുമുള്ള ആ സുന്ദരനായ യുവാവ് വിനോദ് കൃഷ്ണനായിരുന്നു. അപ്പോൾ തുടക്കം മുതൽ ശുദ്ധ സൗഹൃദത്തിന് വേണ്ടിയാണ് കത്ത് എഴുതിയതെങ്കിലും
സ്മിത വിനോദകൃഷ്ണനെയും തിരിച്ച് വിനോദകൃഷ്ണൻ സ്മിതയെയും ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത്രയുമാണ് ഈ പാഠത്തിന്റെ ആശയം. പിന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ ധരിക്കുന്നു. നിങ്ങൾ സമയം കിട്ടുന്നതനുസരിച്ച് ഈ പാഠഭാഗം ഒന്ന് വായിച്ചു നോക്കണം. പാഠം വായിച്ചാൽ മാത്രമേ നമുക്ക് പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങൾ ഏത് പാഠത്തിലേതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ചിലപ്പോൾ പാഠങ്ങളിൽ നിന്ന് ഒരു ഭാഗം ക്വാട്ട് ചെയ്തായിരിക്കും നമുക്ക് ചോദ്യം വരിക. ആ ചോദ്യം കാണുമ്പോൾ അത് ഏത് പാഠത്തിലെയാണ് എന്ന് പലർക്കും മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥ കാണുന്നുണ്ട്. ആ അവസ്ഥ മാറണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സമയം കണ്ടെത്തണം. എന്തായാലും നമ്മൾ ഇറങ്ങി പുറപ്പെട്ടു. ഈ പരീക്ഷ പഠിച്ച് പാസ്സായി A+ വാങ്ങിച്ച് പുറത്തിറങ്ങണമെന്ന ഒരു ആത്മാർത്ഥ ആഗ്രഹം ഉള്ളിൽ ഉണ്ടാവണം. ആ ആഗ്രഹത്തിന്റെ ഫലം നേടണമെങ്കിൽ നമ്മൾ പാഠങ്ങളെല്ലാം വായിച്ചിരിക്കണം. മലയാള പാഠമാണ്, നമ്മുടെ മാതൃഭാഷയാണ്. വായിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് സമയം കണ്ടെത്തി, 1 മാസത്തെ സമയമേ ഉള്ളൂ, സമയം കണ്ടെത്തി എല്ലാ പാഠങ്ങളും നിങ്ങളൊന്ന് വായിക്കൂ. ഞാൻ ഓരോ ക്ലാസ് കഴിയുമ്പോഴും പറയാറുണ്ട്, എന്നാലും വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ശ്രമിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. അതുവരെ